വീട്ടിലൊരു പരീക്ഷണശാല ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു കുറച്ച് നാളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കായിട്ട് വീഡിയോ ഒന്നും വരാഞ്ഞത്. കുറച്ച് നമുക്ക് ഈ മൈക്രോബയോളജി ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും വൈറസിനെയൊക്കെ വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ മൈക്രോബയോളജി വർക്ക് ചെയ്യാൻ ഒരുപാട് കാശൊക്കെ ആവും. അതില്ലാതെ തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ മൈക്രോബയോളജി വർക്ക് നമ്മുടെ ലാബിൽ പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു 2000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. 2000 രൂപയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കാണുന്ന ഈ പെട്രി പ്ലേറ്റുകളാണ്. ഇതിനകത്താണ് നമുക്ക് ബാക്ടീരിയ വളർത്തേണ്ടത്. ബാക്ടീരിയ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ പെട്രി പ്ലേറ്റുകളിൽ നമ്മൾ ജെല്ലി പോലൊരു സംഭവം ഒഴിക്കും. എന്നിട്ട് അതിനകത്താണ് നമ്മൾ ബാക്ടീരിയ വളർത്തുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ താർ മരുഭൂമിയുടെ ഒരു ഭാഗമാണല്ലോ ബിക്കാനീർ. അപ്പോൾ താർ മരുഭൂമിയുടെ ഭാഗമായ ബിക്കാനീറിൽ നിന്ന് ഇവിടുത്തെ മരുഭൂമിയിലെ മണൽ കുറച്ചെടുത്തിട്ട് അതിനകത്തു നിന്നുള്ള ബാക്ടീരിയകളെ ഒന്ന് വീട്ടിലൊന്ന് വളർത്താം എന്നുള്ളതാണ് ലക്ഷ്യം. കുറച്ച് കെമിക്കലുകളെ മേടിച്ചിട്ടുള്ളൂ ഞാനിപ്പം. കുറച്ച് അത്യാവശ്യമുള്ള സംഭവങ്ങൾ മൈക്രോബയോളജിക്ക് അത്യാവശ്യമാണ്. ഈ സ്പിരിറ്റ് ലാമ്പെന്ന് പറയും, വിളക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ സ്പിരിറ്റ് ഒഴിച്ച് ഞാൻ മെത്തനോൾ മേടിച്ചിരിക്കുന്നത്. സ്പിരിറ്റ് ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് മൈക്രോബയോളജി ലാബൊക്കെ സെറ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവുള്ള സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ ഈ 2000 രൂപയിൽ എങ്ങനെ എല്ലാം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു തെർമോമീറ്റർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിപ്പറ്റ്, നമ്മൾ ഈ ചെറിയ ലാബുകളിലൊക്കെ വയ്ക്കുന്ന പിപ്പറ്റ് തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ മേടിച്ചിരിക്കുന്നത്. ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എടുക്കാൻ വിട്ടുപോയി. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ടെസ്റ്റ് ട്യൂബ് മേടിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഈ എവിടുന്നാണ് മണ്ണെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണെടുത്ത് ആ വെള്ളമായിട്ട് കലക്കിയിട്ട് ആ വെള്ളം ഞാൻ പറഞ്ഞില്ലേ പെട്രി പ്ലേറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ ജെല്ലി ഉണ്ടാക്കാം നമ്മൾ. ആ ജെല്ലിയുടെ മുകളിലോട്ട് ഒഴിച്ച് ഒരു 24 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. ആ ജെല്ലിയുടെ മുകളിൽ ബാക്ടീരിയ വളരും. ഇതാണ് ബാക്ടീരിയ വളർത്താനുള്ള മീഡിയം, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഫുഡ് എന്ന് പറയുന്ന സാധനം. ബാക്ടീരിയയുടെ ഫുഡാണ് ഇത് കലക്കിയാണ്. ഇത് കലക്കി ഒഴിക്കുമ്പോഴാണ് ജെല്ലി പരുവത്തിൽ ആ പെട്രി പ്ലേറ്റിൽ ഉണ്ടാവുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇതുപോലെ മെഷറിങ് സ്കെയിലാണ് ഇപ്പം മേടിച്ചിരിക്കുന്നത്. മെഷറിങ് സ്കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണം തൂക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലില്ലേ, അതിൻ്റെ ഒരു ചെറിയ പോക്കറ്റ് സ്കെയിൽ ഞാൻ മേടിച്ചു. സാമാന്യം വർക്കാവുന്നുണ്ട്. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിനൊക്കെ ധാരാളം കൃത്യമായ വെയിറ്റൊക്കെ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് പലതിനും. അപ്പോൾ നമുക്ക് ഒരു സ്കെയിൽ അത്യാവശ്യമാണ്. ഇതൊന്നും നമ്മൾ ഈ ലാബിൽ ഉപയോഗിക്കുന്ന സ്കെയിലുകളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം കോസ്റ്റ്ലിയാണ്. ഇത് നമ്മൾ സാമാന്യം തരക്കേടില്ലാത്ത പ്രിസിഷനൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. മീഡിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഡപ്പയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ, മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ വളർത്തുന്ന ആ ഒരു ബാക്ടീരിയ കൊടുക്കുന്ന ഫുഡാണ്. അതിൻ്റെയൊക്കെ കൃത്യമായ വെയിറ്റ് എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു സാധനം മേടിച്ചത്. നന്നായിട്ട് വർക്കാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഗോൾഡ് തൂക്കാൻ പോകുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ് ഈ സംഭവം. പോക്കറ്റിൽ കൊണ്ടു കിടക്കാം. 10-200 രൂപയുടെ കാര്യമേ ഉള്ളൂ. എല്ലാം കൂടെ ടോട്ടൽ ഒരു 2000 രൂപയ്ക്കകത്തൊക്കെ നിന്നിട്ടുള്ളൂ കാര്യങ്ങൾ. ഞാൻ വീട്ടിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു ഈ ലാബിൽ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ ഒക്കെ വളരുന്നത് ഏകദേശം 30 ഡിഗ്രിയിലൊക്കെയാണ്, 30-35 ഡിഗ്രിയിലൊക്കെയാണ് ബാക്ടീരിയ. ഒരു കറക്റ്റ് ടെമ്പറേച്ചർ കൊടുക്കണം, മാറാത്തൊരു ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പോൾ ഈ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കണം. അതൊരു ഭയങ്കര ചലഞ്ചിങ് സംഭവം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന സാധനമാണ്. ഇൻക്യുബേറ്ററിനകത്താണ് നമ്മൾ ഈ പെട്രി പ്ലേറ്റുകൾ കൊണ്ടുവെക്കുന്നത്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ സാധനത്തിന് ഏകദേശം 1,00,000 രൂപയ്ക്ക് അടുത്തൊക്കെ വില വരും നല്ല ഇൻക്യുബേറ്ററുകൾക്ക്. അതൊന്നും നമുക്ക് മേടിച്ച് നമ്മുടെ വീട്ടിൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടി ചെറിയ ഉപകരണങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ആ ഉപകരണങ്ങൾ
പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാരാളം വീഡിയോകളൊക്കെ വാച്ച് ചെയ്തു. അപ്പോൾ ഈ കോഴിയുടെ മുട്ട അടവെക്കാനുള്ള ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ ഇൻക്യുബേറ്ററിൻ്റെ ആ ഒരു ടെക്നിക്ക് ഞാൻ ഇവിടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് സാമാന്യം തരക്കേടില്ലാതെ എനിക്ക് കിട്ടി. ടെമ്പറേച്ചറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇപ്പം ഇവിടെ വിൻ്ററാണ്, ഏകദേശം 10 ഡിഗ്രി 15 ഡിഗ്രിയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഞാനിത് ഈ ഒരു ഇൻക്യുബേറ്ററിൽ വെച്ചപ്പോൾ ഉള്ളിൽ ഏകദേശം ഒരു 30 ഡിഗ്രി വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. 30 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിന്നായിരുന്നു. 29 30 ആ ഒരു ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നായിരുന്നു. അതിൻ്റെ ഫലവും എനിക്ക് കണ്ടു. ഈ ഒരു കോൺസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നില്ലെങ്കിൽ ബാക്ടീരിയ വളരത്തില്ല. ഓരോ ബാക്ടീരിയയ്ക്കും ഓരോ ടെമ്പറേച്ചറാണ് വേണ്ടത്. അപ്പോൾ അതൊന്നും നമ്മൾ കൊടുത്തില്ലെങ്കിൽ ബാക്ടീരിയ വളരത്തില്ല. ഇത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. എനിക്ക് ഈ ഒരു നമ്മൾ ഈ കോഴിമുട്ട വിരിയാൻ വെക്കുന്ന അതേ ഇൻക്യുബേറ്റർ ഈസി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ വളരെ നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഇങ്ങനൊരു ബൈൻഡ് ഡപ്പ എനിക്ക് ആമസോണിൽ സാധനം വന്നൊരു ബൈൻഡ് ഡപ്പയാണ്. അതെടുത്ത് അതിനകത്ത് ഒരു ബൾബ് ഫിറ്റ് ചെയ്തു. ഒരു 60 വാട്ട് ബൾബാണ് ഫിറ്റ് ചെയ്തത്. 60 വാട്ട് ബൾബ് ഫിറ്റ് ചെയ്ത്, അതിപ്പോൾ തണുപ്പായതുകൊണ്ടാണ്. ഇപ്പം ചൂടാണെങ്കിൽ 40 വാട്ട് ബൾബൊക്കെ മതിയായിരിക്കും. എന്നിട്ട് ഇവിടാണ് എൻ്റെ പെട്രി പ്ലേറ്റ് എന്ന് മുമ്പേ പറഞ്ഞല്ലോ. പെട്രി പ്ലേറ്റിൻ്റെ അകത്ത് ജെല്ലുണ്ട്. ജെല്ലിനകത്ത് നമ്മുടെ ഡെസേർട്ടിലെ ബാക്ടീരിയ വെച്ചത്. അതിന് ഒരു തെർമോമീറ്റർ ഞാൻ യൂസ് ചെയ്തിരുന്നു. ടെമ്പറേച്ചർ കറക്റ്റായിട്ട് ഞാൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ടെമ്പറേച്ചർ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ ദൂരെ വെച്ചിട്ടും നല്ല 30 ഡിഗ്രി ടെമ്പറേച്ചർ, അതിൻ്റെ അടുത്തോട്ടൊന്നും കൊണ്ടുവെക്കരുത്. 30 ഡിഗ്രി ടെമ്പറേച്ചർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ, ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വന്നു. അതിനകത്ത് നല്ല ചൂടാണ്. പുറത്തൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ എന്നിട്ട് അകത്ത് നല്ല ചൂടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. വളരെ കോൺസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഇനി നമുക്ക് പ്ലേറ്റ് എടുത്ത് നോക്കാം ബാക്ടീരിയ വല്ലതും വളർന്നോന്ന്. 24 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇത് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും കാണിക്കാം. വീണ്ടും ഞാൻ നിങ്ങളുടെ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. പ്ലേറ്റ് നമുക്ക് കാണാം ധാരാളം കുത്തായിട്ടുള്ള സംഭവങ്ങൾ. ഇതാണ് ബാക്ടീരിയ കോളനി എന്ന് പറയും. ധാരാളം ബാക്ടീരിയകൾ കൂടി ചേർന്നുള്ള കോളനിയാണ്. 24 മണിക്കൂർ ശേഷമുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതൊന്ന് തുറന്നു നോക്കാം. പ്ലേറ്റ് ഇങ്ങനെ തുറന്നു നോക്കിക്കൂടാത്തതാണ്. ഞാനൊരു 10 സെക്കൻഡത്തേക്ക് തുറന്നു നോക്കി. എന്ന് പറഞ്ഞാൽ ഈ പെട്രി പ്ലേറ്റ് ഉള്ളിൽ കൂടെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പം പൊട്ടായിട്ട് പലതരം ബാക്ടീരിയകളാണ്. ഈ ഓരോ കളറിലുള്ളതും ഓരോ ഷേപ്പിലുള്ള കോളനി ഉള്ളതും ഓരോ തരം ബാക്ടീരിയകളാണ്. പലതരം ബാക്ടീരിയകൾ 24 മണിക്കൂർ ശേഷം എനിക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുമെന്നേ, ഇത് ധാരാളം സംഭവങ്ങൾ വേണം ഇത് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയല്ല. എന്നാലും എനിക്ക് നന്നായിട്ട് ബാക്ടീരിയ കിട്ടി. ഇനി ധാരാളം എക്സ്പെരിമെൻ്റ് ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വീഡിയോകളും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, എങ്കിലേ കൂടുതൽ ചെയ്യാൻ പറ്റൂ. ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും മാക്സിമം വീഡിയോകൾ ഇത് ഇങ്ങനെയുള്ള ബാക്ടീരിയകളെക്കുറിച്ചും ഇനി ഫംഗസിനെ നമുക്ക് വളർത്താം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.